നിങ്ങൾ ഉണ്ടാക്കാണ്ട് പറയല്ല, സൂപ്പറായിട്ട്. താങ്ക് യു. വേവാ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ജിത. അപ്പം ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. അപ്പം നമ്മളൊരു കുഞ്ഞൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. മഴ മാത്രമല്ല, അതിൻ്റെ കൂടെ കറണ്ടും കൂടി ഇല്ല കേട്ടോ. അതുകൊണ്ടൊരു സുഖം ഉണ്ടായിരുന്നില്ല. മഴയും കറണ്ട് ഇല്ലായ്മയും എല്ലാം കൂടിയിട്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ട് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കറണ്ട് വന്നിട്ട് വേണം കേട്ടോ വാഷിംഗ് മെഷീനിൽ അലക്കുക, അതേപോലെ തന്നെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനൊക്കെ. അപ്പോൾ കറണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറണ്ട് വന്നപ്പോൾ സന്തോഷമാണ് ഗൈസ് കണ്ടത്. കാലത്ത് എഴുന്നേറ്റപ്പോൾ തൊട്ട് കറണ്ട് ഇല്ലാത്തപ്പോൾ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് മഴയും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പണി അങ്ങോട്ട് മുന്നോട്ട് പോകണില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കാനും വേറെ കുറേ പണികളുണ്ടേ. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതാ കറണ്ട് വന്നപ്പോൾ വേഗം പോയി വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ ഇട്ടു, അതേപോലെ ചാർജ് ചെയ്യാനുള്ളതൊക്കെ ചാർജ് ചെയ്ത് വെച്ചു. പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാത്രങ്ങൾ കഴുകിയിട്ട് ചോറ് വെച്ചിട്ട് വേണം നമുക്കിനി ചായ കുടിക്കാനായിട്ട് ഇരിക്കാം കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ അടുക്കി വയ്ക്കുന്ന സാധനമില്ല, അത് സാഗരമായിട്ട് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ബാക്കി കുക്കിംഗ് തുടങ്ങാൻ. സാഗരത്തിന് ചില സമയത്തൊരു ഇത് തോന്നി കഴിഞ്ഞാൽ ആൾക്കാർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ദോശയ്ക്ക് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ കണ്ടില്ല ഗൈസ്, ഇതാണ്. ഇങ്ങനെ കാണുമ്പോൾ അധികം തോന്നുന്നില്ലേ, റോട്ടിൽ കൂടെ ഒഴുകണ പോലെ തോന്നുന്നത്. അപ്പം ഞങ്ങളിത് ദോശയും ചായയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതാണ് കഴിക്കണത്. നിങ്ങൾ ഉണ്ടാക്കാണ്ട് പറയല്ല, സൂപ്പറായിട്ട്. എങ്ങനെ ഉണ്ടാക്കിയാലേ കൈക്കൊണ്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. സ്വാദിഷ്ടമായ ദോശ ആൻഡ് തട്ടിൽ കുട്ടു ദോശ ഇല്ല, അതുപോലെ ഉണ്ട്. അയ്യോ, സോൾട്ട് ആൻഡ് പെപ്പറിലെ അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാലത്തെ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വർത്താനവും വിശേഷങ്ങളും കഥകളൊക്കെ പറയുന്നുണ്ട്. ഓരോരോ വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഷെയർ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. റോട്ടിൽ കൂടെ വെള്ളം ഇങ്ങനെ പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വെള്ളം മുമ്പ് അങ്ങനെ കയറി കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഉള്ളവരും അങ്ങനെ പറയണത്, വെള്ളപ്പൊക്കത്തിന് പോലും ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ല പറയണത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു വഞ്ചിയൊക്കെ ഉണ്ടാക്കി ഒഴുക്കുക എങ്ങനെ ഉണ്ട് നോക്കാമെന്ന് വെറുതെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി വരണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു വഞ്ചിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ പോയിട്ട് ഒഴുക്കാം. ഫോട്ടോ ഒക്കെ ഇട്ടു. വഞ്ചി വിടാ വേഗം പോയിട്ട്. അവിടെ അല്ല, ഇവിടെ വേഗം തെങ്ങിന്റെ അവിടെ നിന്ന് വേഗം വന്നോളൂ, ഇടിവിട്ടുണ്ട്. വേഗം ഇടിയുടെ വഞ്ചി തേനാ. അയ്യോ. അപ്പോൾ ഇതാ ചോറ് വെച്ച് കഴിഞ്ഞു, കറി വെച്ച് കഴിഞ്ഞു, പിന്നെ അതേപോലെ തന്നെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചധികം പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യണ ചേച്ചിമാരൊക്കെ വരും കേട്ടോ. പിന്നെ അച്ഛനും അമ്മയൊക്കെ എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അച്ഛനില്ലേ വീട്ടിൽ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അച്ഛൻ ഞങ്ങൾ കാലത്ത് എഴുന്നേൽക്കണേക്കാളും മുമ്പേ പണിക്കൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വൈകിട്ട് പിന്നെ പണി കഴിഞ്ഞ് വരും, ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പണി കഴിഞ്ഞ് വരും കേട്ടോ. പിന്നെ അമ്മയുടെ വീട്ടിൽ, അമ്മാമ്മയുടെ കൂടെയാണ്, അമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടി ഞാനിതൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കുള്ളൂ കേട്ടോ. കുറേ പേര് ചോദിക്കാറുണ്ട് കുളിച്ചിട്ടല്ലേ അടുക്കളയിൽ കയറുകയെന്ന്. കുളിച്ചിട്ട് അടുക്കളയിൽ കയറിയിട്ട് ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ വീണ്ടും ചെളി ഇതൊക്കെയാവും. വാഷിംഗ് ബേസും കഴുകാണ്ടാവും, പാത്രങ്ങൾ കഴുകാണ്ടാവും, സ്റ്റൗ തുടയ്ക്കാണ്ടാവും, അതേപോലെ തന്നെ സ്ലാബ് തുടയ്ക്കാണ്ടാവും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുളിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മേത്ത് ആകെ ചെള്ളും. പിന്നെ വീണ്ടും പോയി കുളിക്കുന്നേക്കാളും നല്ലത് കുളിക്കുന്നേക്കാളും മുമ്പ് ഇതൊക്കെ ചെയ്തിട്ട് കുളിക്കല്ലേ. അപ്പം
ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഇതാ സാഗരേട്ടൻ കടയിലേക്ക് പോവാണ് കേട്ടോ. വഴിയിലാണെങ്കിൽ നിറയെ വെള്ളമാണ്. അപ്പോൾ ഇതാ കടയിലേക്ക് പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും എനിക്ക് കുളിക്കാനൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും പയറുപ്പേരി അങ്ങനെ എന്തെങ്കിലും ഉപ്പേരി ആയിട്ട് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, പുറത്തത്തെ വെള്ളം കാട്ടി തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കയറിയതായിട്ട് കാണണമെന്നാണ് അവരൊക്കെ ഇവിടെ ഓൾറെഡി ഉള്ളവരൊക്കെ പറയണത്. അങ്ങനെ കഴിച്ചത് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയപ്പോൾ കുറച്ച് പച്ചപ്പയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പയർ ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കുറച്ച് പയർ എടുത്തിട്ടുണ്ട്. ഇനി അത് അരിയണം, എന്നിട്ട് ചെറിയൊരു ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സാഗരേട്ടന് പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് കറി വെക്കുന്നുണ്ട്, അതേപോലെ തന്നെ പയറുപ്പേരും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ കറി. അപ്പോൾ ഈ പയർ അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലും ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് കേട്ടോ. ഇപ്പോൾ കിട്ടുന്ന മിക്ക വെജിറ്റബിൾസും അത്രയും നല്ലതൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം യൂസ് ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ നമ്മുടെ പയർ കറി ആയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് വെക്കാറുള്ളത്. ചിലർ കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം വെക്കും. ഞാൻ ഡയറക്റ്റായിട്ട് ഇങ്ങനെയാണ് വേവിക്കാറുള്ളത് കേട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി. അപ്പോൾ ഇതാ നമ്മളങ്ങനെ അവസാനം ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇത് ഉച്ചയ്ക്കാണ് കേട്ടോ കഴിക്കണത്. പിന്നെ ഫുഡ് അപ്പോൾ ഗൈസ് ഇന്ന് സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല. പരിപ്പ് കറി, അതേപോലെ തന്നെ പയർ ഉപ്പേരി, പിന്നെ കണ്ണിമാങ്ങ അച്ചാറുണ്ട് കേട്ടോ. ഇത് കൂട്ടിയിട്ടാണ് നമ്മൾ ചോറുണ്ണണത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കാണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ ഇമ്മർത്തും തുടയ്ക്കണമായിരുന്നു കേട്ടോ. കാരണം നിറച്ച് ഈച്ചയാണ്. ഇപ്പോൾ മഴയായതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ഈച്ച ശല്യമാണ്. പിന്നെ കൊതുകും. അപ്പം ഞാൻ വിചാരിച്ചു ഇമ്മറൊന്ന് തുടച്ച് വൃത്തിയാക്കിയിടാന്ന്. ഇതാ അപ്പം അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഉച്ചയ്ക്ക് കുറേ പേര് പറയാറുണ്ട് അച്ഛനെ കാണാറില്ല എന്ന്. അപ്പോൾ ഇതാ ഒരു പരാതി തീർന്നത്. അച്ഛനെല്ലാവരും കണ്ടോളൂ കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഈച്ചയുടെ ശല്യം കൂടിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈച്ചകൾ ഇങ്ങനെ അതിൽ വന്നിങ്ങനെ പെട്ടോളും. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കും ഞങ്ങൾ ഈച്ച കൂടുതലായിട്ടുള്ള സ്ഥലത്ത്. അപ്പോൾ അവിടെ ഈച്ച കൊതുക് എല്ലാം പല്ലൊക്കെ വന്ന് പെട്ടോളൂ കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നെസ്റ്റോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഞാൻ എന്താ ഡ്രസ്സിൻ്റെ മെഷർമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പേജിൽ പുതിയ മോഡൽസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നിതേച്ചി മെഷർമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ മോഡൽസ് വെറൈറ്റി ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ മഴ പെയ്തപ്പോഴേ നല്ല രീതിയിൽ മഴ വന്നപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, വെള്ളം ഒഴുകി പോവാതെ. അപ്പോൾ സാഗരേട്ടൻ അതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ നന്നായി മാറി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് സിസ്റ്റം ചായ കുടിക്കാൻ പോകാമെന്ന് വെച്ചു. അപ്പോൾ കൺഫ്യൂഷൻ, ബർഗർ കഴിക്കണോ അതേപോലെ തന്നെ കൊള്ളി ചില്ലി ചിക്കൻ കഴിക്കണമെന്ന് കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ 2 പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടാ സാഗരേട്ടനെ കൊണ്ട് ഒരെണ്ണം എടുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട്. ആട്ടെ നമുക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞത് ഇഷ്ടപ്പെട്ട 2 ഫുഡിൻ്റെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് രണ്ടും അങ്ങനെ വായിക്കാം. അപ്പൊ ഞാൻ കൈ മറച്ചു വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കാണാൻ പറ്റില്ല. എന്നാ ഞാൻ ഇതാക്കാം. ഇതിൽ 2 ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ മാറ്റും. 2 ഇഷ്ടപ്പെട്ട ഫുഡാണ്, ഒന്നിനൊന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ ഇത് നമുക്ക് കൺഫ്യൂഷൻ ആണ് ഇത് ഏത് കഴിക്കണമെന്ന്. അപ്പൊ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം സെലക്ട് ചെയ്ത് അത് കഴിക്കാം. നമുക്ക് എന്താ പറയാ, മറ്റേതുപോലെ കാണിക്കുമ്പോൾ ഏട്ടന് ബാക്കി കൂടെ കാണാണ്ട്. അപ്പം ഞാൻ അങ്ങനെ മടക്കിയതാണ് കേട്ടോ. ഒരെണ്ണെടുക്ക്.
എനിക്ക് ഇഷ്ടമുള്ളതാവണേ. ഏതാണ്? ബർഗർ സെറ്റ്. ഓക്കെ, ഞങ്ങളങ്ങനെ ബർഗറൊക്കെ കഴിച്ചു കേട്ടാ. പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴൊക്കെ നല്ല ഇരുട്ടുണ്ട്. അവിടെ അതെ ചെറിയൊരു ഇരുട്ടുണ്ട്. പിന്നെ മാത്രമല്ല നല്ല തിരക്കുണ്ട്. അപ്പം വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പം നമ്മൾ ബർഗറൊക്കെ കഴിച്ച് ഇതാ അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. ഇതാ ചീര ഉപ്പേരി വെച്ചു കേട്ടോ. ചീര ഉപ്പേരി വെച്ചു. പിന്നെ അതേപോലെ തന്നെ പപ്പടം വറുത്തു. പിന്നെ ചോറൊക്കെ ഉണ്ടാക്കി, വൈകിട്ടത്തേക്കുള്ള ചോറൊക്കെ ഉണ്ടാക്കി. അപ്പോൾ രാത്രിക്ക് ചോറുണ്ട്, കിടന്നുറങ്ങി ഗൈസ്. പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു, തക്കാളിയും സവാളയും വെച്ചിട്ടൊരു ചമ്മന്തി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ, സീ യു.